ധന്യ, ഒരു യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകനായി മാറിയ സന്ദീപ് വാര്യർ വളരെ ബഹുമാനത്തോടുകൂടി ഗാന്ധിയൻ ആശയങ്ങളെ ഉള്ളിലേക്കെടുത്ത് ഗാന്ധി തത്വമാർഗങ്ങളെ ആവാഹിച്ചെടുത്ത് ഇന്ദിരാഗാന്ധിയുടെ പോസ്റ്റ് ഇന്ന് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശ് വിമോചന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി വഹിച്ച പങ്കും ആ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിയ കാര്യവുമൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥ നായകൻ ആരാണെന്നും ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിലും പാകിസ്ഥാൻ്റെ വിഷയത്തിലും ഒന്നും ഇടപെടാൻ പറ്റാതിരിക്കുന്ന ആളുകളൊന്നും ഇന്ദിരാഗാന്ധിയുടെ 7 അയലത്ത് വരില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊരു കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയാൽ, മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ ആ പാർട്ടിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ധീരമായ നിലപാടാണിതെന്നാണ് ഞാൻ പറയുക. ആവാഹനം അങ്ങനെ അങ്ങ് ആവാഹിക്കാൻ എനിക്കൊന്നും കഴിയില്ല. എനിക്കെന്നല്ല, ധന്യയ്ക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും അങ്ങനെ ആവാഹനത്തിന് ശേഷിയില്ല, പക്ഷെ പുള്ളിക്ക് ശേഷിയുണ്ട്. എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആവാഹന ശേഷിയെ ഒന്ന് ആവാഹിച്ച് നിർത്താൻ വേണ്ടി RSS കളത്തിലിറങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും ചില പ്രചാരണ ഇതിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവരുടെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും അതുപോലെ തന്നെ ഇവർ പ്രതികരിക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ സന്ദീപ് വാര്യർ കിട്ടുന്ന നല്ല രീതിയിൽ അണികളും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സന്ദീപ് വാര്യരുടെ പുതിയ വിശേഷങ്ങൾ? സന്ദീപ് വാര്യർ ഇങ്ങനെ തകർക്കുകയല്ലേ, മുരളിയെയും പാണക്കാട് തങ്ങളെയും ഒക്കെ ഇങ്ങനെ പൊക്കി 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 അവസാനം സന്ദീപിനെ എല്ലാവരും കൂടെ എടുത്ത് കുഴിയിലാക്കാതിരുന്നാൽ മതി. എന്തായാലും RSSന് സന്ദീപ് ഒന്നും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ രാധാകൃഷ്ണൻ ചീള് കേസാണെന്ന് പറഞ്ഞത് കറക്റ്റായി എന്നുള്ളത്. എൻ രാധാകൃഷ്ണന് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇതൊരു ചീള് കേസാണ്. സത്യത്തിൽ സന്ദീപ് വാര്യരോട് ചോദിക്കാനുള്ളത് നിനക്ക് എത്ര ഉണ്ട് എന്നാണ്. പക്ഷെ ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നില്ല. സന്ദീപ് വാര്യർ BJP യിൽ നിന്ന് പോയത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമെന്ന് പലരും ചോദിക്കും. സന്ദീപ് വാര്യർ BJP യിൽ നിന്ന് പോയാലും കോൺഗ്രസിൽ നിന്ന് പോയാലും CPM ൽ നിന്ന് നാളെ പടിയിറങ്ങി പോയാലും മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ നട്ടൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ഉള്ളവരെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലേ? ഇതുവരെ ഇന്നലെ വരെ അച്ഛ എന്ന് വിളിച്ചവരെ ഇന്ന് കൊച്ചച്ച എന്ന് വിളിക്കേണ്ടി വരുമ്പോൾ ലേശം ഉളുപ്പ്. ഇപ്പോൾ സരിൻ പാർട്ടിയിൽ നിന്ന് പോയി. സരിൻ എന്ത് മാന്യമായാണ് ഇറങ്ങിപ്പോയത്. കോൺഗ്രസിൻ്റെ തത്വശാസ്ത്രങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ CPMകാരനായി നിൽക്കും എന്നാണ് പറയുന്നത്. PV അൻവർ തിരുത്തേണ്ടത് എൻ്റെ ഭരണകൂടമാണെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണമെന്ന് കരുതി കോൺഗ്രസിലേക്കല്ല അൻവർ പോയത്, BJP യിലേക്കല്ല വന്നത്. സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി. അതാണ് നല്ല തന്തയ്ക്കുണ്ടായവർ എന്ന് നമ്മൾ പറയുന്നത്. സന്ദീപ് ഇത് എന്ത് കണ്ടിട്ടാണ് ഈ തിളയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് സന്ദീപിനോടൊരു പ്രത്യേകിച്ചൊരു സുഹൃത്തായിരുന്നത് കൊണ്ട് പറയുകയാണ്. നിങ്ങളെ വലിച്ചെറിയാൻ കോൺഗ്രസിന് വലിയ സമയം വേണ്ട മിസ്റ്റർ സന്ദീപ് വാര്യർ. നിങ്ങളെ വലിച്ചെറിയ, നിങ്ങളൊരു ഒറ്റപ്പാലം സീറ്റിന് വേണ്ടി ഈ കാല് നക്കി കുടിക്കുന്ന, ഈ എച്ചിൽ നക്കുന്ന ഈ പ്രവണത ആദ്യം അവസാനിക്കൂ. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഏത് പാർട്ടിയിൽ നിന്നാലും നിങ്ങളെ ജനങ്ങൾ വരവേൽക്കും, നിങ്ങളെ ജനങ്ങൾ സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ മനസ്സിൽ ഒന്ന് വച്ചിട്ട് പുറമേ ഏറ്റവും വൈരാഗ്യമുള്ളവരോട് നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസിനോട് പെരുമാറിയതെന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മാറാൻ കഴിയില്ല എന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഈ കാണിക്കുന്നത് നാടകമാണെന്നും അഭിനയമാണെന്നും. എന്തായാലും RSS തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. സന്ദീപ് പോയാലൊന്നും പാലക്കാട് കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. RSSന് എങ്ങനെ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കണമെന്ന് നന്നായിട്ടറിയാം. അതിനൊരു സന്ദീപിന്റെ ഓശാരമൊന്നും RSSന് ആവശ്യമില്ല. സന്ദീപ് ഇനി RSSനെ തള്ളിപ്പറഞ്ഞാലും മോദിയെ തള്ളിപ്പറഞ്ഞാലും സന്ദീപിന് RSSനെ തള്ളിപ്പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? SFIയിൽ നിന്ന് വന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന സന്ദീപ് വാര്യർ വാജ്പേയിയുടെ ഒരു പ്രസംഗത്തിലൂടെ മാത്രം BJP ആണ് വളർന്നു വരുന്ന പാർട്ടി, ഇനി BJP യിൽ നിന്നാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ യഥാർത്ഥ പൊളിറ്റീഷ്യൻ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് BJP യിലേക്ക് വന്ന ഒരു നേതാവ്, അതാണ് സന്ദീപ് വാര്യർ. അല്ലാതെ സന്ദീപ് വാര്യറിന് RSSന്റെ പാരമ്പര്യമൊന്നുമില്ല, സംഘത്തിന്റെ പാരമ്പര്യമൊന്നും സന്ദീപ് വാര്യറിനില്ല. ഒരു കാവി നിക്കറും ഒരു വെള്ള ഉടുപ്പും തലയിൽ ഒരു കറുത്ത തൊപ്പിയും വെച്ചാൽ സന്ദീപ് വാര്യർ മോഹൻ ഒന്നും ആവില്ല, ഇവിടുത്തെ സാധാരണ RSS പ്രവർത്തകനുമാകില്ല. സന്ദീപ് വാര്യറിനെ കൊണ്ട് ജീവിതത്തിൽ മരണം വരെ ഒരു യഥാർത്ഥ RSSകാരനാകാനും കഴിയില്ല. ആ സന്ദീപ് വാര്യർ എന്ത് നുണകൾ പ്രചരിപ്പിച്ചാലും വെറുപ്പിൻ്റെ ഫാക്ടറിയാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് BJP എന്ന് സന്ദീപ് വാര്യർ ആവർത്തിച്ച് പറഞ്ഞാലും ഇവിടുത്തെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ഓരോ അണികൾക്കും അറിയാം BJP എന്താണെന്ന്. ഈ പാർട്ടി ഒരിടവും എത്തില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞിട്ടവരുണ്ട്, കളിയാക്കിയവരുണ്ട്. ഇന്ന് ആ പാർട്ടിക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട്. ഇന്ന് ആ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്.
ഇന്ന് ആ പാർട്ടിക്ക് നിരവധി മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, നിരവധി പ്രവർത്തകരുണ്ട്. കേരളത്തിലെ 21 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന RSS, 5 പേരെ കൊണ്ട് തുടങ്ങിയ RSS ഇന്ന് എത്ര പേരാണ് RSS ഉള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തള്ളിക്കൊണ്ട്. അതെ. അപ്പോ മഹത്വങ്ങൾ ഒരുപാടാണ്. തെറ്റുകൾ ഉണ്ടാകാം, തെറ്റുകളില്ലാത്തവരായി ലോകത്ത് ആരും ജനിക്കുന്നില്ല, തെറ്റുകൾ എല്ലാത്തിലും ഉണ്ടാകാം. പക്ഷേ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നേറുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് RSS തെളിയിച്ച കാര്യമാണ്. അതിലിനി സംശയമില്ല. അതുകൊണ്ട് ഒരു സന്ദീപ് വാര്യർ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇവിടെ BJPക്ക്, പ്രത്യേകിച്ച് പാലക്കാട് കൃഷ്ണകുമാർ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു BJPക്കാരനോ RSSകാരനോ കോൺഗ്രസ്സുകാരനോ CPMകാരനോ അല്ല, കൂടെ നിന്നിട്ട് പാലം വലിച്ചവനോ പാലക്കാട് ജനങ്ങൾ മറുപടി കൊടുക്കുമെന്നുള്ളതാണ്. ഈ BJPയുടെ സഹയാത്രികനൊക്കെ ആയിട്ടുള്ള, BJPയെ ചില സമയത്ത് ശക്തമായി വിമർശിക്കാറൊക്കെയുള്ള നല്ലൊരു പൊളിറ്റീഷ്യനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ട് ഞാൻ കാണുന്ന ഷാബു പ്രസാദ് അറിയാമായിരിക്കും. ഷാബു പ്രസാദ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്നലെ സന്ദീപ് വാര്യരെ കുറിച്ച്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം വേറൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്റിന് കുറച്ചും കൂടി പ്രാധാന്യം കൂടുതലാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന വക്താവ്, യുവ നേതൃനിരയിലുള്ള ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു മുമ്പ് മലപ്പുറത്ത് വെച്ചിട്ട്. ആ മലപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മലപ്പുറത്ത് ഒരു ആശുപത്രി എത്തിക്കുകയും അവിടെ പെട്ടെന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് സന്ദീപ് വാര്യരുടെ പോസ്റ്റാണ്. സന്ദീപ് അപകടത്തിൽ, ഈ ശങ്കുട്ടിദാസിന് അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളൊക്കെ അന്വേഷിച്ചു. അതേപോലെ തന്നെ ഈ ഷാബു പ്രസാദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രാവിലെ എവിടെയോ പോയി വന്നതായിരുന്നു, ആ സമയത്ത് ഒന്ന് ഉറങ്ങി എന്നിട്ടിപ്പോൾ കാണുന്നത് സന്ദീപിൻ്റെ പോസ്റ്റാണ്. ഉടൻ തന്നെ സന്ദീപിനെ വിളിച്ചു, മിംസിലാണെന്ന് അറിഞ്ഞു. ഒന്ന് കുളിച്ച് വേഗം മിംസിലേക്ക് പോയി. മിംസിലേക്ക് പോയപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഈ ICUയുടെ മുന്നിൽ തന്നെ സന്ദീപ് വാര്യർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ ആക്സിഡൻറ്റ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, ഈ മാതൃഭൂമിക്കെതിരായിക്കൊണ്ട് സന്ദീപ് വാര്യർ കൊടുത്തൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ശംഖു പോകുന്ന സമയത്താണ് ശംഖുവിന് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അതുകൊണ്ട് ഇത് മാതൃഭൂമിക്കെതിരെ ഒരു വിഷയമാക്കി എടുക്കണം. ഇപ്പോഴാണ് അതിന് പറ്റിയ സാഹചര്യം. ഇതൊന്ന് മാതൃഭൂമിക്കെതിരെ കത്തിക്കണം എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അത് കേട്ട് സന്ദീപ് വാര്യരെ ഒന്ന് നോക്കി, ഞാൻ ഒരക്ഷരം പോലും മിണ്ടാതെ ഞാൻ ICUവിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അറിയുന്നത് 1% മാത്രമാണ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ശങ്കുട്ടിദാസ് 1% മാത്രമാണ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ, 1% ചാൻസ് മാത്രം. 1% ചാൻസ് മാത്രം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു സഹപ്രവർത്തകൻ ഉള്ളിൽ ജീവനോട് മല്ലിട്ട്, പിന്നെ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ ഇവിടെ നിന്ന് സന്ദീപ് വാര്യർക്ക് തോന്നുന്നത് എന്താ? മാതൃഭൂമിയെ ആക്രമിക്കാനുള്ളൊരു അവസരമാണിത്. അപ്പം തന്നെ ഷാബു പ്രസാദ് പറയാണ്, ഞാൻ അവിടെ വെച്ച് ഞാൻ ഇദ്ദേഹത്തെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. സുരേന്ദ്രനാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഷാബു പ്രസാദ് ഇട്ടിട്ടുണ്ട്. സുരേന്ദ്രനാണ് പൂർണ്ണമായും ശരിയെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ അഭിപ്രായം ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ഒന്നുകൂടി BJPയെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹം ഗ്രൂപ്പുകളിൽ കളിച്ചിട്ടുണ്ട്, പലതുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഇവരെടുത്ത നിലപാട് ശരിയായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്, പല ആളുകൾക്കും വരുന്നുണ്ട്. ഞാനടക്കം ഈ വിഷയത്തിൽ ശക്തമായി വിമർശിച്ചതാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, നമ്മളെക്കാൾ അറിവുള്ള ആളുകൾ പല സത്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ ആണ് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, സന്ദീപ് ധന്യ നേരത്തെ പറഞ്ഞു, ഒരു സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ കോൺഗ്രസിലേക്ക് പോകും എന്ന്, ആ രീതിയിലുള്ള താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരെ കുറിച്ച്. പക്ഷെ ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്, ഇനി ഒറ്റപ്പാലത്തല്ല, കേരളത്തിൻ്റെ ഏത് നിയോജക മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ നിന്നാലും BJPക്കാർ എതിർ സ്ഥാനാർത്ഥി ആരാണോ BJPക്ക് വോട്ട് ചെയ്യാതെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെങ്കിലും ഈ സന്ദീപ് വാര്യർ പരാജയപ്പെടുത്തും. ഒരു സംശയവും അക്കാര്യത്തിൽ ഉണ്ട്. അതല്ല പാർത്ത, ആരാണ് സന്ദീപ് വാര്യർ? BJPയിൽ നിന്ന സമയത്ത് ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു മുഖം, പിന്നെ RSSലെ ബുദ്ധിമാന്മാരായ സഹാക്കൾ അയച്ചു കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ അതുപോലെ എടുത്ത് പഠിച്ച് വിശകലനം ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിളമ്പുന്ന സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യറിനെയാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ആ സന്ദീപ് വാര്യരെയാണ് ജനങ്ങൾ നെഞ്ചോട് ചേർത്തത്.
ആ സന്ദീപ് വാര്യർക്കൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ നിന്നത്. കോൺഗ്രസിൽ പോയ സന്ദീപ് വാര്യർ ചെന്നിരുന്ന BJP എതിർക്കുമ്പോൾ ഈ BJP സ്നേഹിക്കുന്ന RSSനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സന്ദീപ് വാര്യരെ തിരിഞ്ഞുകൊത്തില്ലേ? സന്ദീപ് വാര്യർ കാണിച്ച ബുദ്ധി എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. അപ്പോൾ ഒറ്റപ്പാലത്തോ ഷൊർണൂരോ തനിക്കൊരു സീറ്റ് കിട്ടും. എങ്ങനെയും അവിടെ നിന്ന് ജയിച്ചൊരു MLA ആയി നിയമസഭയ്ക്കകത്ത് കയറണം. സന്ദീപിൻ്റെ ബുദ്ധി ഇതാണ്. ഇന്നലെ പാർത്ഥ പറഞ്ഞതുപോലെ കരാറൊക്കെ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ടാകും. സന്ദീപ് ഒന്നും കാണാതെ പിന്നെ ഒരു നിമിഷം കൊണ്ട് പാർട്ടിയെ ഇതുവരെ പ്രവർത്തിച്ച പാർട്ടിയെ മോദി ആരാധകനാണെന്ന് പറഞ്ഞ വെറുപ്പിൻ്റെ നേതാവാണ് മോദി എന്നൊക്കെ പറയാൻ ഒരു നാണവും മാനവും ഇല്ലാത്ത സന്ദീപ് വാര്യർ കോൺഗ്രസിന് എന്ന് തള്ളിപ്പറയുമെന്ന് നമുക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ തന്നെ ചിന്തിക്കില്ല. ഇന്നലെ വരെ BJPയിൽ നിന്ന ഇയാൾ ഇന്ന് ഞങ്ങളെ കണ്ടപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നതുപോലെ നാളെ ഞങ്ങളെ കാണുമ്പോൾ മുണ്ടുപൊക്കി കാണിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? സന്ദീപിനെ പോലൊരാൾ കാണിച്ചിരിക്കും, അത് ഉറപ്പാണ്. കാരണം സന്ദീപിൻ്റെ രീതി അതാണ്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പൊക്കോളൂ. നിങ്ങൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഈ പാർട്ടിക്കകത്തുണ്ട്. ശോഭാ സുരേന്ദ്രൻ ആത്മാഭിമാനം നഷ്ടപ്പെട്ട എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അവർ പിടിച്ചു നിൽക്കുന്നില്ലേ? ഉണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവർ പിടിച്ചു നിൽക്കും, ഇല്ലാത്തവർ പോകും. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. നിങ്ങൾ BJPയിലേക്കോ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ CPMയിലേക്കോ ഇനിയൊരു പാർട്ടി ഉണ്ടാക്കി അതിലേക്കോ ഇനി അൻവറിന്റെ പുതിയ പാർട്ടിയിലേക്കോ നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളൂ. അതിലിവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ കോൺഗ്രസിൽ പോയെന്ന് കരുതി ഇവിടെ BJPക്കാർ കഞ്ഞി കുടിക്കാതെ ഇരിക്കുന്നില്ല, അവരുടെ വീട് പട്ടിണിയാവുന്നില്ല, അവരാരും അവരുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല. BJP അവരുടെ ഡെയിലി റൊട്ടീൻ എങ്ങനെയാണ് അത് അവർ കൃത്യമായി പാലിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു സന്ദീപ് വാര്യർ പോയെന്നും പറഞ്ഞൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇവിടെ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന രീതിയോടാണ് ജനങ്ങൾക്ക് വിയോജിപ്പുള്ളത്. കാരണം ഇന്നലെ വരെ നിങ്ങൾ പൊക്കോളൂ, എനിക്ക് ആ പ്രത്യയശാസ്ത്രത്തോട് അല്ലെങ്കിൽ എനിക്ക് ആ പാർട്ടിയുടെ ചില വ്യക്തികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി വിട്ടു. ഇത്രയും നാൾ എന്നെ മാനസികമായി ആ പാർട്ടി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് ആ പാർട്ടിയുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെ പാർട്ടി അടിച്ചിറക്കുമെന്നുള്ള ബോധം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടിയത്. അതിവിടുത്തെ സാധാരണക്കാർക്ക് അറിയാം. പക്ഷേ എനിക്ക് കേരളത്തിലെ ചില നേതാക്കളുമായി എനിക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല. എന്നെ പലതരത്തിൽ അവർ അവഗണിക്കുന്നു, എന്നെ ഒഴിവാക്കുന്നു. ഞാൻ വളർന്നു വരുമെന്നുള്ള ഭയം പലരെയും നിരാശപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു. അത് മാന്യത. ഇത് ചെന്ന് കയറുമ്പോൾ തന്നെ അതായത് കോൺഗ്രസിന്റെ ആ സമ്മേളനത്തിലേക്ക് സ്വീകരിക്കുന്ന സമ്മേളനത്തിലേക്ക് കയറി അവിടെ നിന്ന് കുറ്റം പറഞ്ഞു, ഇറങ്ങി അവിടെ നിന്ന് കുറ്റം പറഞ്ഞു. കുറ്റം പറയുന്നതല്ല, വേണ്ട ആ വാക്കിന് ഉപയോഗിക്കുന്നില്ല. എന്താ പറയാ, ഈ ഇന്നലെ ശൂന്യമായ നിലപാട് സ്വീകരിച്ചു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതാണ് സന്ദീപ് വാര്യർ ചെയ്തത് എന്നുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരടുത്ത സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം കൂടിയാണിത്. കാരണം സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയതിൽ തെറ്റ് കാണുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇത്രയും നാളെ നിങ്ങൾ വളർത്തിയ പാർട്ടിയെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ സൂക്ഷിച്ചോ. ഇന്ന് പിന്നാമ്പുറം കാണിച്ചവൻ നാളെ ഉമ്മറം കാണിക്കാൻ മടിക്കില്ല എന്ന് നിങ്ങൾ ഓർത്താൽ നന്ന്. അതെ, തീർച്ചയായിട്ടും. ഈ നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ, നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ 3-ാം തവണ ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഒരു നേതൃപാടവത്തിൻ്റെ ഗുണമാണ്. അദ്ദേഹത്തെ പോലും പറയാൻ കഴിയുന്ന രീതിയിലേക്ക് സന്ദീപ് വാര്യർ അതപ്പതിച്ചു എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. സംഘത്തെ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു കഥ കൂടി പറഞ്ഞു, ചെറിയൊരു കഥ കൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഒരു അമ്പലത്തിൽ, അതായത് ഉത്തരേന്ത്യയിലെ ഒരു അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠ നടക്കുകയായിരുന്നു. അവിടുത്തെ പ്രത്യേക ആചാരം അനുസരിച്ച് അവിടുത്തെ വിഗ്രഹത്തെ ഒരു കഴുതപ്പുറത്താണ് ആനയിക്കുക. അപ്പോൾ ഈ വിഗ്രഹം ഈ കഴുതപ്പുറത്തേറ്റി മാലയൊക്കെ ഇട്ട് ആനയിച്ച് കൊണ്ടുപോവുകയാണ്. ചുറ്റിലും പോകുന്ന വഴിയിലെല്ലാം ആളുകൾ നിന്നുകൊണ്ട് പൂവെറിയുന്നുണ്ട്. ഇങ്ങനെ കുമ്പിട്ട് തൊഴുന്നുണ്ട്, താണു കേഴുന്നവരുണ്ട്, കിടന്നുകൊണ്ട് ഈ ബഹുമാനിക്കുന്നവരുണ്ട്. ഇതൊക്കെ കണ്ട് കഴുത വിചാരിച്ചു തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, താൻ എന്തോ സംഭവമാണ്, താനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കഴുത നല്ല ഞെരുപ്പിലൊക്കെ നിന്നു. കുറച്ചു ദൂരം പോയപ്പോൾ കഴുതയ്ക്ക് തോന്നി, എൻ്റെ മുകളിൽ എന്തോ ഇരിക്കുന്നുണ്ടല്ലോ, ഇത്രയും വലിയ ആളായ ഞാൻ എന്തിനാണ് ഈ ഭാരവും താങ്ങി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹത്തെ കുടഞ്ഞ് അങ്ങ് താഴത്തേക്ക് ഇട്ടു.
ഇത് കണ്ട അടുത്ത് നിൽക്കുന്ന ആളുകൾ നല്ല മടൽ വെട്ടി കഴുതയെ പൊതിരത്തല്ലാൻ തുടങ്ങി. ജീവനും കൊണ്ട് കഴുത ഓടി. സംഭവം ഇത്രയേ ഉള്ളൂ. വിഗ്രഹമാകുന്ന BJPക്കകത്ത് നിന്നപ്പോൾ മാത്രമാണ് സന്ദീപ് വാര്യറായി നിലനിന്നിരുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ഇമേജ് ഇനി ഉണ്ടാക്കാൻ കഴിയില്ല. അത് കോൺഗ്രസ് മോശമായത് കൊണ്ടല്ല, CPM മോശമായത് കൊണ്ടല്ല, അതെ, ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ടല്ല. പക്ഷേ ചില ആളുകൾക്ക് ചില പാർട്ടിയിൽ നിൽക്കുമ്പോൾ അവർ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ കഴുതാമാരാതിരിക്കട്ടെ മറ്റുള്ളവർ.